വികൃതമായി മുഖം വെച്ച് ഞാൻ എങ്ങനെ പുറത്തിറങ്ങും? ഇല്ല, ഞാൻ തോൽക്കില്ല. ആസിഡ് ഒഴിച്ച് വികൃതമാക്കി മുഖം വെച്ച് ഞാൻ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങും. ആസിഡ് ആക്രമണത്താൽ മുഖം നഷ്ടപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ പൊരുതും, എന്റെ മരണം വരെ. സ്റ്റോപ്പ് ആസിഡ് അറ്റാക്ക്. സമർപ്പണം. ഡൽഹി ആസിഡ് ആക്രമണത്തിൽ മുഖം നഷ്ടപ്പെട്ട ലക്ഷ്മി സായ്ക്ക് எங்கடா போய் ஒளிந்து விட்டாய்? நிறையற்ற ஒரு ആൺവർഗം. ഹേയ് ദണ്ഡകാരണ്യമേ, നീ അവനെ എங்கே ഒളിപ്പിച്ചു? ആ കള്ള ലക്ഷ്മണനെ ആമ്പിളിയായിരുന്ന வெளியே வர சொல். விடமாட்டேன். விடக்கூடாது அப்படி சொல்லிருக்க. ஏன் ராசாத்தி சூர்பனகா, விடாதே അവനെ സുമ്മാ വിട്ടിടാതായോ മുഖി. കണ്ണുകളിൽ കപട സ്നേഹം ഒളിപ്പിച്ചു വെച്ച് കാട്ടുപന്നിയുടെ കാടാമറയത്ത് കൊണ്ടുപോയി അവൻ എന്റെ മൂക്കും മൂലയും മറുത്ത് കളഞ്ഞു. അവനെ അടക്കിക്കെട്ട്, അല്ലെങ്കിൽ ആ നായാട്ടീനെയും തുടരും. ഒടുവിൽ ഈ പെൺകുലം മുഖമില്ലാത്തവരായി പോകും. വെക്കം പുറപ്പെടായോ മുഖി. തലമുറകളെ പാലൂട്ട വേണ്ടിയ മുലകളെ അറുക്കുന്നവൻ പെറ്റ തായ്ക്കുലത്തെ വേട്ടയാടും. ചെന്നവന്റെ കഴുത്തറത്തി കാൽ കലിട്ടതാ. കണ്ണു തുറച്ചു നിൽക്കുന്ന ആ കള്ള മുഖത്തേക്ക് കാറി തൂക്കണം ഈ കാട്ടുമുത്തിക്ക്. ഹേയ് കാടകമേ, കാട്ടുപെണ്ണിന് മുഖം മടക്കാക്കിയ കശ്മലൻ ലക്ഷ്മണനെ ഒളിപ്പിക്കാൻ ഉനക്ക് കഴിയാതെ കെട്ടിയ പെണ്ണിനെ കൊട്ടാരത്തിൽ അടച്ച് കണ്ടപടി മതിച്ച് നായാടി നടക്കുന്ന ലക്ഷ്മണ അയ്യോ മുഖി പോരനെ വിളിക്കുന്നു. പെൺകരുത്തെന്തെന്നറിയണേ. പെണ്ണിന് നേർക്കൊളിയമ്പ്. ചതി പൊറുക്കാൻ പറ്റാത്ത പുരുഷ നീതി. ആൺകുലത്തെ വെല്ലുവിളിക്കുന്നു കുലടെ. ഹേയ് നീചകുല നിഷാധനാരി, കാട്ടുമാൻ പേടകൾക്ക് വേട്ടയാടപ്പെടാനാണ് ഈ മുളംകുടത്തിലെ തേനും മരനീരും നമുക്ക് പകർന്നു തരുന്ന ലഹരിയേക്കാൾ ആസ്വാദ്യകരമാണ് വ്രണിതമായ ഒരു പെണ്ണുടലിന്റെ പിടച്ച്. ഇനിയാണ് ഈ ലക്ഷ്മണന്റെ മൃഗമേധം മുറിവേൽപ്പിച്ച് കിടത്തിയിട്ടല്ല പെണ്ണിന് മേൽ പരാക്രമം കാണിക്കേണ്ടത്. നിനക്കാണത്തമേ ഇല്ല ലക്ഷ്മണ. നീ വികൃതമാക്കിയത് ഒരു അയോമുഖിയുടെ മാത്രമല്ല, പെൺകുലത്തിന്റെയാണ്. അയോധ്യയിലെ 3 അമ്മമാർ 6 മുലകളാൽ മാറി മാറി പാലൂട്ടിയിട്ടു. നീ എന്തേ ഇങ്ങനെ ആയിപ്പോയി ലക്ഷ്മണ? ആരെങ്കിലും ഇവന്റെ അടിവേരുകൾ അറുത്തു കളയൂ, അല്ലെങ്കിൽ ഇവൻ കാലങ്ങളിലൂടെ പുനർജനിച്ചു കൊണ്ടേയിരിക്കും. എന്റെ സൗന്ദര്യം എന്നെ മത്ത് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറയായി. ഒരു 16-കാരി 32-കാരന് നിക്കാ കഴിച്ചൂടാ? പഴയന്ന് മാറി നിൽക്ക്. നിങ്ങളോട് ഞാൻ കാര്യങ്ങൾ നേരാൻ വഴിക്ക് പറഞ്ഞിരിക്കണല്ലോ. ഇത് നിക്കാ ഉറപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ എത്ര എന്റെ വയ്യ നടന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. എനക്ക് പറ്റൂല. എന്താണ്ടി എനക്ക് പറ്റിയാല് എനക്ക് നമ്മളെ ഇഷ്ടപ്പെടാൻ പറ്റൂല. വേണ്ട രേസിക്ക, നമ്മളൊന്നും ചെയ്യല്ലേ. എനക്ക് കിട്ടാത്ത ഈ സൗന്ദര്യം ഇനി ആരും ആസ്വദിക്കണ്ട. കരിഞ്ഞ് ഭസ്മമാവട്ടെ. ഇത് കണ്ടോ? ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഒരിത്തിരി ഒഴിക്കട്ടെ. പൊള്ളുന്നുണ്ടോ? നമ്മളൊന്നും ചെയ്യല്ലേ. കുറച്ച് വായിച്ച് കുറച്ച് നേഞ്ച്, പിന്നെ ബാക്കി മുഴുവനും. നാണം കെട്ട നായ്ക്കളെ, പെൺമുഖങ്ങളോട് നിങ്ങൾക്കൊക്കെ എന്തിനാണ് ഒടുങ്ങാത്ത പക? മുഖം വികൃതമാക്കിക്കൊണ്ട് പെൺകുലത്തിന്റെ മുമ്പിൽ നീയൊക്കെ സ്ഥാപിച്ചെടുക്കുന്ന ആധിപത്യം ഷണ്ഡത്വത്തിൻ്റെതാ. ഹേയ് പെൺകിടാങ്ങളെ, മുഖം വികൃതമാക്കപ്പെടുമെന്ന് ഭയത്താൽ ഹരിതായ്മകളോട് സന്ധി ചെയ്യരുത് ഒരിക്കലും. എന്തെന്നാൽ പെണ്ണിന് അഴകുള്ള മുഖത്തേക്കാൾ വലുത് അന്തസ്സും അഭിമാനവും തന്നെയാണ് ഏത് മരണമുഖത്തും. നിങ്ങൾ ആസിഡ് ഒഴിച്ചത് എന്റെ മുഖത്തേക്കല്ല, സ്വപ്നങ്ങളിലേക്കാണ്. നിങ്ങളുടെ
നന്ദി, നമസ്കാരം.